മൈൻഡ് ഗെറ്റിംഗ് മീ എ കപ്പ് ഓഫ് ടീ? എനിക്കൂടി ഒരു ചായ വാങ്ങി തരാമോ? ഒരു ചായയുടെ. ഇതാ സാർ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തെണ്ടി ജീവിക്കാനാ എൻ്റെ വിധി. I am a beggar now, beggar. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ. ഇന്ന് നിങ്ങൾക്ക് വന്ന ദുരന്തം നാളെ എനിക്കും വരാം. നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ. Yeah, I live like an Englishman. ഒരു കാലമുണ്ടായിരുന്നു എല്ലാവരും എന്നെ സായിപ്പേന്ന് വിളിക്കുമായിരുന്നു. എനിക്ക് വന്ന ദുരവസ്ഥ ലോകത്ത് ആർക്കും വരില്ലെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. കുടുംബം, ബന്ധം, സ്വന്തം. ഒരു കണക്കിന് പറഞ്ഞാൽ എൻ്റെ ഈ ജീവിതം ആർക്കും ഉണ്ടാവാൻ പാടില്ല. സാറിനുമില്ലേ മക്കൾ? അച്ഛനമ്മമാർക്ക് മക്കളല്ലേ സമ്പാദ്യം. അവർ വളരുന്നത് കാത്തിരിക്കും. എല്ലാം ചേർത്ത് വെച്ച് അവർ നന്നായി കാണാൻ ആഗ്രഹിക്കും. ശരിയാ. വയസ്സാവുമ്പോൾ ഒരു കൈത്തണലാവുമെന്ന് കരുതി എല്ലാവരും സാറിനെ പോലെ ചിന്തിക്കും. ഞാനും അങ്ങനെ ചിന്തിച്ച ഒരച്ഛനാ. ഇന്ന് ഇങ്ങനെ തെണ്ടി ജീവിക്കേണ്ടി വരുന്നതും മക്കൾക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടാണ്. ഞാൻ എന്തിനാ ഇതൊക്കെ സാറിനോട് പറയുന്നത്? എൻ്റെ വിധി സാറിനുണ്ടാവണമെന്നില്ല. വിധിയേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് അനുഭവങ്ങളിലാണ്. ഒരു ദുരന്തത്തിന് സാക്ഷിയാണ് നിങ്ങളെന്ന് കണ്ടാലേ അറിയാം. സാറ് പറഞ്ഞത് ശരിയാ. എൻ്റെ മകനിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം കരുതിയിട്ടല്ല. എൻ്റെ കഥ കേട്ട് സാറെന്തിനാ വെറുതെ? ഞാനും നിങ്ങളെപ്പോലെ തന്നെ മക്കളുടെ തണൽ ആഗ്രഹിക്കുന്ന ഒരച്ഛനാ. നിങ്ങളുടെ ജീവിത ദുരന്തം നാളെ എനിക്കുണ്ടായിക്കൂടുന്നില്ല. എന്തായാലും നിങ്ങളെ കാണാനും ഒരു കപ്പ് ചായ വാങ്ങിത്തരാനും കഴിഞ്ഞല്ലോ. പിന്നെ നാളെ ക്രിസ്മസാ. എൻ്റെ മകനും മകളും നാളെ ഇങ്ങെത്തും. പേരക്കുട്ടികളായി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാ. വരൂ, നമുക്ക് പതിയെ നടക്കാം. ഒരു ക്രിസ്മസിനായിരുന്നു എൻ്റെ മകനും അവൻ്റെ ഭാര്യയും എന്നെ കാണാനെത്തിയത്. അമ്മയില്ലാത്ത കുട്ടിയായിരുന്നു അവൻ. എന്റെ ചോരയും നീരും കൊടുത്താണ് ഞാൻ അവനെ വളർത്തിയതും പഠിപ്പിച്ചതും. ഇതൂടെ എന്താടാ വേഗം ആട്ടെ. സാറ് വന്നു. മക്കളെ, നിങ്ങൾ എല്ലാരും തയ്യാറായി നിൽക്കുകയാണല്ലേ? മകനും ഭാര്യയും വരുന്ന സന്തോഷം സാറിന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. മകനെന്ന് വെച്ചാ സാറിന് ജീവനല്ലേ. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു ക്രിസ്മസ് സമ്മാനം. ഇത് നിനക്ക് വേണ്ടി. താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, നിനക്കിത്. ഇത് നിനക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ വിദേശത്തേക്ക് അയച്ചത്. അവന്റെ കല്യാണം പോലും മലയിൽ പള്ളിയിൽ വെച്ച് നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവൻ ഇഷ്ടപ്പെട്ട ഒരാളെ അവൻ കണ്ടെത്തി. മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മറക്കുകയല്ലേ വേണ്ടത്? നാളെ ക്രിസ്മസ്. അവനും അവളും വന്നാലുടനെ പിതാവിന്റെ മുമ്പിൽ രണ്ടുപേരെയും ചേർത്ത് നിർത്തി മെഴുകുതിരി കത്തിക്കണം. എന്നാലേ അവന്റെ മുഖം കാണാതെ മരിക്കേണ്ടി വന്ന് റോസയുടെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്തിനാ? എനിവേ,
ഹാപ്പി ക്രിസ്മസ്. വാ മക്കളെ. റോസ, ദാ നമ്മുടെ മക്കളെത്തി. നീ അവരെ കാണുന്നില്ലേ? എത്രയോ ക്രിസ്മസുകൾ എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ക്രിസ്മസ് ആണിത്. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും മക്കളെ. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഇനി അങ്ങോട്ടൊന്നും പോണ്ട. മരിക്കും വരെ സുഖമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം ഈ ഡാഡി കരുതിയിട്ടുണ്ട്. പിന്നെ എനിക്കും വേറെ ആരാ ഉള്ളത്? ഒറ്റപ്പെട്ട ജീവിതം മടുത്തു. നിങ്ങൾ ഇനി ഇവിടെ തന്നെ താമസിച്ചാൽ മതി. ആ, നിനക്കെന്തോ ബിസിനസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വിഷമിക്കണ്ട. അക്കാര്യം ഞാൻ ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നീ ഒന്ന് അയാളെ പോയി കണ്ടാൽ മതി. ഡാഡി അയച്ചു തരാമെന്ന് പറഞ്ഞ് കാശ് കിട്ടാത്തതുകൊണ്ടാ ഞാൻ അവിടെ പൂട്ടി പോകുന്നത്. ലിസിയുടെ വീട്ടുകാരെ സഹായിക്കാൻ സമ്മതിച്ച അവരെനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാ. പിന്നെ തറവാടിന്റെ പേര് മോശമാക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വെച്ചത്. ചില തീരുമാനങ്ങൾ ഡാഡിയോട് സംസാരിക്കാൻ തന്നെയാ എന്റെ ഈ വരവ്. ബാങ്ക് മാനേജരോട് ഞാനും സംസാരിച്ചു. കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും കൊടുക്കാതെ പുതിയ ലോണൊന്നും കിട്ടില്ല ഡാഡി. കടമെല്ലാം വീട്ടി ഈ റിസോർട്ട് നോക്കി ജീവിക്കാനാ എന്റെ പ്ലാൻ. അവളുടെ പേരിൽ വീടും സ്ഥലവും എഴുതി വെച്ചാൽ മാത്രമേ ഇവിടെ താമസിക്കുന്ന ലിസി പറയുന്നത്. അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോവാൻ ഞാനും തീരുമാനിച്ചു. ഡാഡി, അവരുടെ വീടും സ്ഥലവും എല്ലാം ഇവളുടെ പേരില. പിന്നെ ഡാഡിയെ ഒറ്റയ്ക്കിട്ടിട്ട് പോയി എന്നുള്ള നാട്ടുകാരുടെ അപവാദവും കേൾക്കണ്ടല്ലോ. മോനെ ടോണി, എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ വളർത്തി വലുതാക്കിയെടുക്കുന്നത് അവര് നന്നായി കാണാൻ വേണ്ടിയാണ്. ബിസിനസ്സിലുണ്ടാവുന്ന പോലെ ലാഭവും നഷ്ടവും ജീവിതത്തിലും ഉണ്ടാവും. എന്റെ സമ്പാദ്യം മുഴുവൻ എന്റെ മകന് തരുന്നത് ഒരു നഷ്ടക്കച്ചവടമായല്ല ഈ ഡാഡി കരുതുന്നത്. പിന്നെ ഒരു ആഗ്രഹമേ ഉള്ളൂ, മരിക്കുന്നത് വരെ നിങ്ങളുടെ സന്തോഷം കണ്ട് ജീവിക്കണം. ഈ ഞാൻ സ്വത്തും സമ്പാദ്യം കൊണ്ട് എന്ത് ചെയ്യാനാ? നിന്റെ പേരിൽ എല്ലാം എഴുതി വെക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സ്വത്തിനേക്കാൾ വലുതല്ലേ നിങ്ങളുടെ സന്തോഷം കണ്ട് ജീവിക്കാന്നുള്ളത്. ഇന്ന് ക്രിസ്മസ്. നാളെ തന്നെ എന്റെ പേർക്കുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലേക്ക് ആക്കാൻ എന്താ വേണമെന്ന് വെച്ചാ നീ എന്റെ കാര്യങ്ങൾ അങ്ങ് ചെയ്യാം. ഇനിയിപ്പം ലോണിന്റെ കാര്യങ്ങൾ അതുകൊണ്ട് ഇനി മുടങ്ങണ്ട. നിങ്ങള് സന്തോഷമായിരിക്കണം. അതാണ് ഈ ഡാഡിയുടെ ഇഷ്ടം. താങ്ക് യു ഡാഡി. നിന്റെ തലയണ മന്ത്രത്തിന് ഇത്ര ശക്തിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡാഡിക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിലും വീടും റിസോർട്ടും എല്ലാം നമ്മുടെ പേരിൽ എഴുതി തരുമെന്ന് ഞാൻ കരുതിയില്ല. ആ, ലോൺ ശരിയായ വാക്കനുസരിച്ച് എന്റെ പേര് ഡെപ്പോസിറ്റ് ചെയ്തോണം. അല്ലെങ്കിൽ അപ്പോഴറിയാം എന്റെ ശരിക്കുള്ള സ്വഭാവം. സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് ഏറ്റവും വലുത് കാശ് തന്നെയാണ്. അതെ, കിടന്നുറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നാളെ പറയാം. സായിപ്പിന്റെ മകനായതുകൊണ്ട് ഇത്ര നാളെ ഞാൻ ക്ഷമിച്ചു. ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ചാൻ എനിക്ക് പറ്റില്ല. ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ചോദിക്കുമ്പം കൊടുക്കാത്ത പേരിൽ മക്കൾ എന്നോടാ വെറുപ്പും വൈരാഗ്യം കാണിക്കുന്നത്.
പണമായി ഞാൻ എനിക്ക് കരുതിയിരുന്നതെല്ലാം പലപ്പോഴായി അവൻ ചോദിച്ചപ്പം ഞാൻ കൊടുത്തു. അങ്ങനൊന്നും പറഞ്ഞ് സായിപ്പിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സായിപ്പ് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ കാശ് കൊടുത്തത്. അതിപ്പം ഇനി എൻ്റെ സമ്പാദ്യത്തിൽ ബാക്കിയുള്ളത് ഒരു ജീപ്പും ഒരു കാറുമാണ്. അത് രണ്ടും തന്നാൽ പോലും തരാനുള്ള കാശിന്റെ ഒന്നും ആകില്ല. റോസയുടെ ഓർമ്മയ്ക്കായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചതാണ് ആ ജീപ്പ്. എല്ലാം നഷ്ടപ്പെട്ടാലും അത് അവന് വേണ്ടി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പിന്നെ ആ മകന് വേണ്ടിയില്ലേ അവസാനമായി എൻ്റെ കയ്യിലുള്ള ഈ കാറ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എനിക്ക് വേറെ വഴിയില്ല, സായിപ്പ് മനസ്സിലാക്കണം. ഇതാ താങ്ക് യു മാഡം. എന്നടാ നിനക്ക് ശ്രദ്ധിക്കാൻ വയ്യേ? പഴയതാ സാർ, ഇതിന് പറയുന്ന വിലയൊന്നും സാറിന് കിട്ടില്ല. പിന്നെ വർഷങ്ങളായി സായിപ്പ് പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നതല്ലേ, ആ വിശ്വാസത്തിലാ ഞാനിത് എടുക്കാമെന്ന് വിചാരിച്ചത്. എടോ, എനിക്കൊരു പുതിയ കാറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിൽക്കുന്നത്. പിന്നെ പഴയതാണെങ്കിലും ഇതിന്റെ കണ്ടീഷൻ ഒന്നും ഒട്ടും മോശമല്ല. ഇതിവിടെ കിടന്ന് തുരുമ്പ് പിടിക്കുന്നതിനൊക്കെ ഭേദം താനുള്ള വിലയ്ക്ക് എടുത്തു. ഓക്കെ, ഞാൻ എടുത്തോളാം സാർ. മോനെ, എന്താ ഇത്? ഡാഡിക്ക് അറിയില്ലേ റിസോർട്ടിലെ അധിക ചെലവ് കാരണം ലാഭം ഒന്നും കിട്ടുന്നില്ലെന്ന്? നമുക്ക് എന്തിനാ ഈ ജീപ്പ്? നമുക്കിത് വിൽക്കാം. ദേ, നിങ്ങൾ പറഞ്ഞ കാശിന് വണ്ടി എടുത്തു. മോനെ, ഇത് നിന്റെ അമ്മയുടെ സ്വപ്നമാണ്. ഇതൊരു 3 കിലോ എടുത്തു. ഇത് 2 കിലോ. ശരി. മതി മതി. ഇട്ടോളൂ. ഇതിട്ടു. സായിപ്പ് പറയുമ്പോ ഒന്നും തോന്നരുത്. കൂടുതൽ കടം കൊടുക്കണ്ടെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. മകനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല പുറത്ത്. സായിപ്പേ, തരാനുള്ള കാശൊക്കെ പെട്ടെന്ന് തന്നു തീർക്കണം. ശരി. സായിപ്പിനോട് പറയാതെ ഞങ്ങൾ ഇവിടം വിട്ടു പോവില്ല. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ ഞങ്ങൾ. റിസോർട്ടിലെ ബിസിനസ് കൂടി എന്നത് സത്യം. അതിനനുസരിച്ച് ചെലവും ഉണ്ട്. ഉള്ള വരുമാനത്തിൽ കാര്യങ്ങൾ നോക്കി നിർത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ ജോലിക്കാരെ വേണ്ടെന്ന് വെച്ചത്. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ ഡാഡി. ഇവർക്കുള്ള കാശുകൂടി കൊടുത്താ പിന്നെ ഒന്നും മിച്ചം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനായിട്ട് തീരുമാനിച്ചതാ. ബിസിനസ് കൂടിയിട്ടും പറ്റുകടയിലെ കണക്ക് തീർക്കാൻ പറ്റാത്ത കാര്യം എന്താന്നുള്ളത് എനിക്കറിയാം. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയത് ഇതൊക്കെ. അത് ദൂർത്തടിച്ച് തീർക്കുന്ന കാണുമ്പോൾ ഒന്നും പറയാനും ചെയ്യാനും പറ്റാത്ത അവസ്ഥയല്ല ഞാൻ. നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് നല്ല ലാഭത്തിൽ തന്നെയാണ് ഞാൻ ഇത് നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാം നമുക്ക് തന്നെ നോക്കി ചെയ്യാൻ ഡാഡി. ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ തീരുമാനം എടുത്തത്. എന്തായാലും ഈ റിസോർട്ടിലേക്ക് ഇനി ജോലിക്കാരെ ആവശ്യമില്ല. ഇവറ്റകളെ മതിയായി. ഞങ്ങളെ പറഞ്ഞയക്കരുതെന്ന് പറയണേ സാർ. സാറിന്റെ അവസ്ഥ കാണുമ്പോ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. സാറിനോടുള്ള സ്നേഹത്തിലാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ ജീവിച്ചത്. സാറിനെ വിഷമിപ്പിക്കണ്ട. വാ, നമുക്ക് പോകാം.
ഡാഡി ഇവിടെ ഇതും തുറച്ചോണ്ട് നിന്നോ, അവിടെ ആളുകൾ വെയിറ്റ് ചെയ്യാ. ഈ ക്രിസ്മസിനെങ്കിലും എന്നെ കാണാൻ വരുമോ? കിടന്നോളൂ, എഴുന്നേക്കണ്ട. സാറിന്റെ കൂടെ ആരുമില്ലേ? ഒരു മകനുണ്ട്, അവൻ വരുമായിരിക്കും. സാർ, സാർ, മോനെ നീ വന്നോ? സാർ, ഞാനാ അപ്പു. അപ്പുവായിരുന്നു. നീയെങ്കിലും വന്നത് നന്നായി. എനിക്ക് നല്ല കുറവുണ്ട്. വീട്ടിലേക്ക് പോയിക്കോളാൻ ഡോക്ടർ പറഞ്ഞു. സാർ, സാർ പതുക്കെ. എന്നാ ശരി മോനെ. ശരി സാർ, നീ പോയി. ഇടി, നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും നീ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോ. എനിക്കിത് നേരത്തെ അറിയാവുന്നതാ. ഞാൻ അന്നേ പറഞ്ഞതാ, വയസ്സാകുമ്പോ എനിക്ക് അയാളുടെ മലവും മൂത്രവും ഒന്നും കോരാൻ കഴിയില്ലെന്ന്. ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് തന്നെ പോകുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ആ ജോലിക്കാരെ മുഴുവൻ പറഞ്ഞു വിട്ടത്. ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാതെ എവിടെയെങ്കിലും കൊണ്ടുചെന്നാക്ക്. എന്തൊരു ശല്യമായത്. എനിക്ക് വയ്യ, ഞാൻ മടുത്തു. ആശുപത്രിയിൽ തന്നെ അങ്ങ് തീർന്നാ മതിയായിരുന്നു. ദേ, എന്തായാലും ഈ ക്രിസ്മസിന് ഞാൻ എന്റെ വീട്ടിൽ പോകും. എല്ലാം കൂടെ ചേർന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. നീ എന്താ വെച്ചാ ചെയ്യും? ഏതായാലും ഡാഡി പള്ളിമുറ്റത്ത് കാണാതിരിക്കില്ല. ശരിയാ അല്ലേ ലിസി? നീ പോട്ടെ, ആ കീയം കൊടുത്തേക്ക്. ആ, ദേ വരുന്നുണ്ട്. നീ ചെല്ല്, ഞാൻ വണ്ടിയിലിരിക്കാം. ശരി. ഡാഡിയെ ഞങ്ങൾ എവിടെയെല്ലാം തിരക്കി. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമെന്ന് വെച്ചാ കാര്യങ്ങൾ ആരെ ഏൽപ്പിക്കും, ആരെ വിശ്വസിക്കും? ഡാഡി ഈ താക്കോലും കൊണ്ട് പോയി ആ റിസോർട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. ഞാൻ വരുന്നു. നിക്ക് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സാഹിത്യത്തിന്റെ വക സമ്മാനമുണ്ട്. എല്ലാരും നിക്കേട്ട. സാഹിബ് ഇപ്പൊ വരാം കേട്ടാ, ഇപ്പൊ വരാം. പോലേട്ടാ, ഇപ്പൊ വരാം. റോസ, എല്ലാവർക്കും സാഹിബ് തരാനുള്ള ക്രിസ്മസ് സമ്മാനം ഈ തവണയും തരും. റോസ, നീ എവിടെ? റോസ, നീ എവിടെ? സമ്മാനം എവിടെ? നിക്ക് മക്കളെ, ഞാൻ വരുന്നത് നോക്കണ്ട. ഇതെവിടെയാ ഞാൻ വെച്ചേക്കുന്നത്? നീ എവിടെ റോസ? എവിടെയാണ് ഇതൊക്കെ വെച്ചേക്കുന്നത്? നിങ്ങളവിടെ കാത്തു നിൽക്കുന്നു. നിങ്ങൾ കാത്തു നിൽക്കുന്ന കാശില്ല എനിക്ക് കൊടുക്കാൻ. ഞാൻ എന്താ ചെയ്യാ?
പിന്നെ ഒരു സ്വപ്നമാത്രയിൽ എല്ലാം നഷ്ടമായി. ലോൺ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ വീടും റിസോർട്ടും എല്ലാം ബാങ്ക് ജപ്തി ചെയ്തു. എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ മകനും ഭാര്യയും അവരുടെ നാട്ടിലേക്ക് പോയി. ഇപ്പം ഓരോ ക്രിസ്മസിനും അവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഒരു ദിവസം അവർ വരും, വരാതിരിക്കില്ല. വിഷമിക്കേണ്ട, ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ തുണ. സത്യം പറഞ്ഞ നിങ്ങളുടെ അനുഭവം എന്നെപ്പോലുള്ളവർക്ക് ഒരു പാഠമാണ്. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇതിരിക്കട്ടെ, ഇരിക്കട്ടെ. ഞാനല്ലേ പറയുന്നത്, വേണ്ട. ഇത് എന്റെ വക ഒരു ക്രിസ്മസ് സമ്മാനമായിട്ടിരിക്കട്ടെ. വേണ്ട. വെച്ചോളൂ, നല്ലതേ വരുത്തൂ. നമുക്ക് എന്തെങ്കിലും കാണാം.